अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണുവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ സത്യവതി പരിണയത്തെ പറ്റിയാണ്. ഗംഗാദത്തനെ നൽകിയ ശേഷം ഗംഗ മറഞ്ഞു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. രാജ്യകാര്യങ്ങളിലൊക്കെ മകൻ്റെ ശ്രദ്ധ വേണം എന്ന് രാജാവ് നിർദ്ദേശം കൊടുത്തു. ചില കാര്യങ്ങളിലൊക്കെ സഹായിയായിട്ട് വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മത്തഗജങ്ങളും കുതിരകളും കാലുകാളുകളും ഉൾപ്പെടെ അളവറ്റ സൈന്യങ്ങളോടുകൂടി രാജാവ് യമുനാ തീരത്തുള്ള ആ വനപ്രദേശത്തൊക്കെ നായാട്ടിന് പോകാൻ തുടങ്ങി. അങ്ങനെ നായാട്ടിൽ വ്യാപൃതനായി സഞ്ചരിക്കുമ്പോൾ ഒരു പരിമളം രാജാവിന് അനുഭവപ്പെട്ടു. കസ്തൂരി ഗന്ധത്തിൻ്റെ ആ മണമടിച്ചു. അതിൻ്റെ കാരണം അന്വേഷിച്ച് നടന്നപ്പോഴേ ഒരു സൗന്ദര്യ പൊൻതിടമ്പിനെ കണ്ടു. രാജാവ് അവളോട് പറഞ്ഞു, നിന്റെ ശരീരത്തിൻ്റെ ഗന്ധം 1 യോജന വിസ്താരത്തിൽ പരക്കുന്നുണ്ട്. അത് കേട്ടാണ് ഞാൻ എത്തിയത്. നീ ആരാണ് എന്നുള്ളത് പറഞ്ഞാലും. അത് കേട്ടപ്പോൾ ചെപ്പിന് സദൃശ്യമായ സ്ഥാനങ്ങളോട് കൂടിയ സൗന്ദര്യവതിയായ ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ തോണി കടത്തുന്ന മുക്കുവ പ്രമാണിയാണ് അച്ഛൻ. അച്ഛനെ സഹായിക്കാൻ ഞാൻ പലപ്പോഴും തോണി കടത്താറുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ കാണപ്പെട്ടത്. രാജാവ് അത് കേട്ടപാടെ മുക്കുവിനെ അന്വേഷിച്ചു കണ്ടെത്തി. രാജാവിന് ഒരാഗ്രഹം ഉണ്ടായി. അത് മുക്കുവിനോട് പറഞ്ഞു, അങ്ങയുടെ മകളെ എനിക്ക് നൽകണം. ഞാൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പൊക്കൊള്ളാം. മുക്കുവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. മുക്കുവൻ പറഞ്ഞു, എനിക്ക് ഇതിൽ വരെ ഒരു ഭാഗ്യം വരാനില്ല. അങ്ങേപോലെ ഉള്ള ഒരാളിനെ യാമാതാവായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഒരു വ്യവസ്ഥ മാത്രം അങ്ങ് തരണം. അവൾക്കുണ്ടാകുന്ന കുട്ടി അടുത്ത രാജ്യമാകണം. രാജ്യം അടുത്ത കുട്ടിക്ക്, എൻ്റെ മകൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് കൊടുക്കണം. അത് മാത്രം അങ്ങ് അംഗീകരിച്ചാൽ ഇപ്പോൾ തന്നെ മകളെ കൂട്ടിക്കൊണ്ടുപോകാം. രാജാവ് ഒന്ന് ഞെട്ടി. രാജാവിനെ അത്തരം ഒരു മറുപടി പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. രാജാവ് പുത്രനെ പറ്റി ഓർക്കുകയും കൊട്ടാരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തപ്പോഴേ മറുപടി പറയാതെ മടങ്ങിപ്പോയി. കൊട്ടാരത്തിൽ ചെന്ന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് സന്തോഷമില്ലാതെ രാജാവ് ദിവസങ്ങൾ തള്ളി നീക്കി. രാജ്യകാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ല. അത് മനസ്സിലാക്കിയ മകൻ
രാജാവോട് കാരണം അന്വേഷിക്കുകയും രാജാവ് ആദ്യം പറഞ്ഞില്ലെങ്കിലും പിന്നീട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, അത് ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്നതാണ്. അതിന് പരിഹാരം രാജാവ് പറഞ്ഞില്ല. മകൻ വീണ്ടും വീണ്ടും അന്വേഷിച്ച് കൂടെ പോയവരോടും രാജാവിൻ്റെ സാരഥിയോടും മറ്റ് ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി മുക്കുവനെ കണ്ടെത്തി അച്ഛന് വേണ്ടി സത്യവതിയെ നൽകണം എന്ന് പറഞ്ഞു. ഞാൻ പിതാവിന് വേണ്ടി രാജ്യാധിപത്യം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് കുമാരൻ പറഞ്ഞു. അപ്പോൾ മുക്കുവ പ്രമാണിക്ക് ഒരു സംശയം, അങ്ങയുടെ മക്കള് പിന്നീട് രാജ്യാവകാശം ചോദിച്ചു എന്ന് വരാം. അപ്പോൾ ഗംഗാധരത്തിന് ഉറപ്പ് കൊടുത്തു, ഞാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, പിതാവിന് വേണ്ടി ഞാൻ അവിധ സൗകര്യങ്ങൾ ഒഴിവാക്കുകയാണ്. അക്കാര്യത്തിൽ മുക്കുവന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തു. കൂടെ പോയവര് ഞെട്ടി വിറച്ചു പോയെങ്കിലും കുമാരൻ അതിൽ നിന്ന് മാറിയില്ല. കുമാരൻ അത് പറഞ്ഞ സമയത്ത് കുമാരൻ്റെ മേൽ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, ഭീഷ്മരെന്ന് പേരും നൽകി. അതിനുശേഷം മാതാവെന്നുള്ള നിലയിൽ സത്യവതിയെ കുട്ടി കൊട്ടാരത്തിലെത്തുകയും പിതാവിനോട് ചേർക്കുകയും ചെയ്തു. സത്യവതിയും ശന്തനുവും തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി നാളുകൾ പോക്കി. അവർക്ക് ചിത്രാംഗതൻ എന്നും വിചിത്രവീര്യൻ എന്നും 2 പുത്രന്മാരുണ്ടായി. ആ കുട്ടികൾക്ക് കൗമാരം പിന്നിടും മുമ്പ് രാജാവ് മരണപ്പെട്ടു. ചിത്രാംഗതനെ രാജാവാക്കിക്കൊണ്ട് ഭീഷ്മര് കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദേവാസുര യുദ്ധം ഉണ്ടാവുകയും ഭീഷ്മര് ദേവന്മാരെ സഹായിക്കാൻ പോവുകയും ചെയ്ത സന്ദർഭത്തിൽ ചിത്രാംഗതൻ എന്ന പേരുള്ള ഒരു ഗന്ധർവൻ രാജാവിനെ സമീപിക്കുകയും ഭൂമിയിൽ ചിത്രാംഗതൻ എന്ന പേരിൽ ഒരാളെ പാടുള്ളൂ എന്നും ഒന്നുകിൽ രാജാവിൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. രാജാവ് യുദ്ധത്തിന് തയ്യാറാവുകയും കുരുക്ഷേത്രത്തിൽ വെച്ച് 2 പേരും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 3 വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവൻ ചിത്രാംഗതനെ വധിച്ചു. അതിനുശേഷം സത്യവതിയുടെ നിർദ്ദേശമനുസരിച്ച് ഭീഷ്മർ ഇളയ കുട്ടിയെ രാജാവാക്കി. വിചിത്രവീര്യൻ രാജാവിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് ഭരിക്കുവാൻ തുടങ്ങി. അതേപറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. ഓം വിഷ്ണുവേ നമഃ. ഓം നാരായണായ നമഃ. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു.